ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ റെസിപ്പിയുമായിട്ടാണ്, ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. അതുപോലെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചേ ഇടുന്നില്ലോ, അടുത്ത് വെളുത്തുള്ളി ഞാൻ മതിയായിട്ടാണ് ഇടുന്നത്. ഇനി ഉപ്പ്, ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്. ഒരു സ്പൂൺ വിനാഗിരി. പിന്നെ നമ്മളെ മല്ലിച്ചപ്പില്ലേ, അല്ല സോറി, കരിവേപ്പില ഇടാൻ മതി. കറിവേപ്പിലെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് കരിവേപ്പിലെന്ന് അറിയില്ല. പിന്നെ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അല്ല. അപ്പം ഇത് മൊത്തത്തിൽ മസാല പിടിക്കും, റെസ്റ്റ് ചെയ്യാൻ പറ്റാം. അപ്പം 4 ഉള്ളിയാണ് എടുത്തിട്ടില്ലത്, അപ്പം നമുക്ക് മുറിച്ചിട്ട് എടുക്കാം. പോത്തിനിറക്കുന്ന ശക്തിയുടെ ഉള്ളിക്കല്ല. അപ്പം ഇത് ചതച്ചിട്ട് എടുക്കാനാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ 4 കഷ്ണം എടുക്കാൻ എടുക്കുന്നത്. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അമ്മിക്കല്ലൊന്നും ഇല്ലാതെ ചതക്കാൻ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ഈ ഇതിലേക്ക് ഇടാം. പിന്നെ കറിവേപ്പിലയും. അപ്പം അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമുക്ക് അരപ്പ് ഇതിലേക്ക് ഇടാക്കാം. നല്ലോണം ഫ്രൈ ആവണ്ട, ലേശം മതി. ഇനി ഇത് നമുക്ക് പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഇത് ഫുള്ളായിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം. ഇത് ഇപ്പം നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ് ഈ ബോക്സ്. സാധാ ഫ്രിഡ്ജിലല്ല, ഇങ്ങനെ വലിച്ച് വാരി ഇട്ടാൽ മതിയല്ലോ. ഇപ്പം ഈ തക്കാളി എല്ലാ സാധനം നമുക്ക് ഇതുപോലെ ബോക്സിലാക്കി. ചെമ്മീൻ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം വരട്ടിയെടുക്കണം. ഇവിടെ ഉമ്മ പത്തിൽ ചൂടാൻ വേണ്ടി പത്തിൽ വരട്ടുന്നുണ്ട്. അപ്പം ചെമ്മീൻ റോസ്റ്റ് പത്തിലാണ് നിങ്ങളുടെ സ്പെഷ്യൽ. ഉള്ളി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഭയങ്കര ചൂട് അതുകൊണ്ട് പിടിച്ചിട്ട് കോരിയിട്ട് ഇടാനേ പറ്റുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്യാം. സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ ഫുള്ള് വേണ്ട. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി എടുത്തില്ലേ, ഇതെല്ലാം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തോട്ടോ. ഒരു 5 മിനിറ്റ് മാത്രം ഇനി വെച്ചാൽ മതി. ഈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പത്തിൻ്റെ ചെമ്മീൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റെല്ലാം ഉണ്ട്, താണ്ട ട്രൈ ചെയ്യാം.